ഒന്ന് ഏതായാലും നമുക്ക് വെച്ചാൽ രാവിലത്തെ ചായ പലഹാരം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണത്തെ ഒരു പലഹാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചായ പലഹാരമാണ് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ. അത്രയും വെറൈറ്റിയാണ്. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും അപ്പോൾ രാവിലത്തെ നമ്മളെ മോർണിംഗ് വാക്ക് അതിന് ഇറങ്ങുകയാണ് ഞാൻ. പിന്നെ ഒരു അരമണിക്കൂർ നടത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ വീട്ടിൽ വന്നിട്ട് കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു പതിവ്. മഞ്ചേരി മലപ്പുറം റോഡിലെ അപ്പോൾ ആ റോഡ് സൈഡിൽ അങ്ങനെ അതിലാണ് നടക്കൽ. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ നടത്തം, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്പീഡിലാക്കി നടക്കണം. ഇനി അത് പിന്നെ കുറച്ച് ദൂരം പോയിട്ട് ഏകദേശം ഇങ്ങനെ ടൗണിൻ്റെ അവിടെ എത്താനായി. ഞാൻ നടന്ന് തിരിച്ച് വരികയാണ്. അപ്പോൾ ഞാനേതായാലും നടത്തൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മളെ പൂച്ചക്കുട്ടി ഇവിടെ തന്നെ ഉണ്ട്. രാവിലെ ഇവിടെ ഇരുന്നതാണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളെ ചായ പലഹാരം കാര്യങ്ങൾ അത് നോക്കുകയാണ്. ഇനി ഇപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് തുടങ്ങുക. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയത്, 2 വലിയ നേന്ത്രപ്പഴം, പിന്നെ മധുരക്കിഴങ്ങ് അതുണ്ട്, പിന്നെ കൂവ. ഇങ്ങനെ 3 എണ്ണമാണ് നമ്മൾ, അതായത് ഈ 3 വിഭവങ്ങൾ ചേർത്തിട്ടാണ് ഇന്നത്തെ രാവിലത്തെ ചായ പലഹാരം. വളരെ വെറൈറ്റി ആയിട്ടുള്ളത്, വളരെ അപൂർവമായിട്ട്. അത് നമ്മൾ കൂവൊക്കെ ആ ഒരു തിരുവാതിര കാലത്ത് ഉണ്ടാക്കുന്നല്ലാതെ ഇങ്ങനൊരു പലഹാരമായിട്ട് ഞങ്ങൾ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കിയില്ല. ഈ ഒരു 3 ചേർത്തുകൊണ്ടുള്ളൊരു ചായ പലഹാരം രാവിലത്തെ. അപ്പോൾ ഇത് ഇനി പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതാ കൂവപ്പൊടി, ഒരു 50 ഗ്രാം കൂവപ്പൊടി. അത് ഇനി നമുക്ക് അത് വെള്ളം ഒക്കെ ഒഴിച്ചവിടെ വെച്ചു. നമുക്ക് ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടാണ് ഇനിയിപ്പോൾ അത് ശരിയാക്കി വയ്ക്കുക. തേങ്ങാക്കൊത്ത് അധികമൊന്നും വേണ്ട, കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് രാവിലേക്കുള്ളത് മാത്രം. പിന്നെ ഒരൊറ്റ വലിയ അച്ച് ശർക്കര, അത്ര മതി. മധുരം അധികം വേണ്ട. അതൊന്ന് ചുരണ്ടി വയ്ക്കാം ശർക്കര. പഴം ഇവിടെ ഒക്കെ പുഴുങ്ങിക്കഴിഞ്ഞു. ഇതാ വെള്ളത്തിലിട്ട് വെച്ചത് അതവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അമ്മ കൂവേൻ്റെ, അതായത് കൂവ വിരകൽ അമ്മയാണ്. അപ്പോൾ ആ മട്ടൊക്കെ ഒന്ന് കളയാം നമുക്ക്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. കൂവപ്പൊടി പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ട്. മറ്റു ചേരുവകളൊക്കെ ഇവിടെ ഉണ്ട്. കൂവപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ്. പാകത്തിന് വാങ്ങും, അത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ വാങ്ങി വയ്ക്കും.
അതൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് കണ്ടോ, നല്ല പോലെ വെന്ത് കട്ടയായി വരുന്നുണ്ട്. അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് റെഡിയാക്കി വെക്കട്ടെ. ഉണ്ടോ, നമുക്ക് അതിവിടെ റെഡിയായി. പിന്നെ ഇപ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങിയതും മധുരക്കിഴങ്ങ് ഇപ്പം ഞങ്ങൾ കഴിക്കായി. ഇന്നിപ്പോൾ അങ്ങനെയാണ് നല്ല ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഒരു രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് രസമാണിത്. നമ്മളിപ്പോൾ പുട്ട്, ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വെറൈറ്റി കൂടി. ഇങ്ങനൊരു ചായപലഹാരം അടുത്തൊന്നും ഞങ്ങൾ ഇങ്ങനെ കഴിച്ചില്ല. ഈ വിഭവങ്ങൾ ഒന്നിച്ച് ചേർത്തിട്ട് സംഭവം ഉഷാറാ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.